ദുബായില് അടിമുടിപ്പടവതിലാണ്. മൈക്ക് ഓക്കെ ആണോ? മൈക്ക് ഓക്കെ ആണോ? മൈക്ക് ഓക്കെ ആണോ? മൈക്ക് ഓക്കെ ആണോ? ഒന്ന് പറയോ, മൈക്ക് ഓക്കെ ആണോന്ന് പറയോ? പോലീസ് പൊക്കിയില്ല, ഇല്ല, പൊക്കാൻ വേണ്ടി ഗ്രൂപ്പ് വരുന്നുണ്ട്. മൈക്ക് ഓക്കെ ആണോ? ഓക്കെ ആണ്, ഓക്കെ. അല്ലാണെ പാരേക്കാണ് ആദബിലായൊരു മലക്കാണ്. മൈക്ക് ഓക്കെ, ബട്ട് സം നോയ്സ് ഈസ് കമ്മിങ്. അത് ഫാൻ്റെ ആടാ, അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഫാൻ്റെ ആണ്. ഞാൻ ഫാൻ ഓഫ് ആക്കണോ? ഫാൻ ഓഫ് ആക്കിയാണോ? ഓഫ് ആക്കണോ? ഒരു മിനിറ്റ്, ഓഫ് ആക്കാം. അല്ലാണെ പാരേക്കാണ് ആദബിലായൊരു മലക്കാണ്, ബദറായൊരു നെരുപ്പിരിക്കാണ്. മീ EFX ഓറ, EFX ഓറയോ? ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ചാറ്റ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ബ്രോ ഇന്നും പോലീസ് പിടിച്ചില്ല? ഇല്ല പിടിച്ചിട്ടില്ല. നീ അവിടെ പരാതി കൊടുക്കുന്നുണ്ടല്ലോ കള്ളനായിനെ മോനെ. അല്ലാനെ പാരേക്കാണ് ആദമിലായൊരു മലക്കാണ്, ബദറായൊരു ഞെരിപ്പിരിപ്പാട് അഹദിൽ മതിലിനെ കാണ്. അറവാതിൽ അടക്കണ തോക്ക്, അറവത് കൊരുക്കണ കഥകളിലേക്ക് മതിമറന്നൊരു കനവിലെ പോക്ക്, കിലി കിലി കിലുങ്ങണ തോക്ക്. വലാലാണ് പല്യോളാണ് വായോളാണ് ദുബായിലെ, ഹലാലായ പാതയിലാണ് അടിമുടി പടവിലതാണ്. വലാലാണ് പല്യോളാണ് വായോളാണ് ദുബായിലെ, ഹലാലായ പാതയിലാണ് അടിമുടി പടവിലതാണ്. പറമ്പിനെ നോക്കി അരിമടി തുരക്കണതോക്ക്. പലാലാണ് ബയ്യോലാണ് വായോളാണ് ദുബായിലെ, ഹലാലായ പാകലാണ് അടിമുടി പടവതിലാണ്. പലാലാണ് ബയ്യോലാണ് വായോളാണ് ദുബായിലെ, ഹലാലായ പാകലാണ് അടിമുടി പടവതിലാണ്. ഇന്നലത്തെ ലൈവ് എവിടെ? ഇന്നലത്തെ ലൈവ് ഡിലീറ്റ് ആക്കി. തൊപ്പി ഡൈഡ് ഒന്നും ആവൂല മുത്തേ, നീ എന്നെ പറ്റിക്കല്ല. തൊപ്പി മരിക്കുകയും ചെയ്യില്ല, അത് ഉറപ്പാണ്. ഓനെ ഏതോ കുന്നിന്റെയോ മലന്റെയോ മുകളിൽ കയറി ഒളിച്ചിട്ടുണ്ടാവും. തുപ്പി കേസായല്ലേ? ഞാൻ കണ്ടു, ഞാൻ നോക്കട്ടെ. അല്ലാണെ പാരേക്കാണ് ആദബിലായൊരു മലക്കാണ്. Dreaming of an adult only as ഇത് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം.
ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അങ്ങാണ്ട് നിന്ന് എന്ത് ഞാൻ ഓനോട് കരണ്ട് കാല് പിടിച്ച് എന്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ കേസ് കൊടുത്തോ, പക്ഷെ മമ്മൂനെയും മറ്റേ അസ്പാക്കിനെയും പിള്ളേരെല്ലാം ഒന്ന് ഒഴിവാക്കി തരുമെന്ന് വെച്ചിട്ട്. പക്ഷെ ഓൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ടേക്കൊരു കേസ് കൊടുത്തു DGPക്ക്. ഞാൻ കാണിച്ചു തരാം. അല്ലാണെ പാരെ കാണ് ആത്തപ്പില്ലായൊരു മലെ കാണ് ഇതാ കണ്ടോ, ഡിഫേമേഷൻ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം മൂപ്പറിപ്പോൾ ഇതായിട്ടുണ്ടാവുക. അതും പിന്നെ ഒരു എൻ്റെ വണ്ടീൻ്റെ പേരിലുള്ള ഒരു തെഫ്റ്റ് കേസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അർജന്റീന ഓർ ബ്രസീൽ, അതിന് സ്പെയിനും ഇതുമല്ലേ, സൗദി അല്ലേ ഇന്ന് മാച്ച്? ഇന്ന് സ്പെയിനും സൗദി അല്ലേ? സർപ്രൈസ് ഇതാണോ? ഇതൊന്നല്ല സർപ്രൈസ്. സർപ്രൈസ് എല്ലാം വരും, വെയിറ്റ് ആക്ക്. ഡി സി റിയാക്ട് ചെയ്യാം. ഇതൊന്നല്ല സർപ്രൈസ്. ഇതെന്താ സർപ്രൈസ്? ഇതൊന്നും സർപ്രൈസ് ഒന്നല്ല. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അങ്ങാണ്ട് നിന്നു, ഓൻ എന്ത് ചെയ്തു, ഒരു മിനിറ്റ്, escape on booking.com. എന്റെ ചാനൽ ടെർമിനേറ്റ് ആക്കി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടാന്ന് എന്റെ മറ്റേ പാട്ടുണ്ടല്ലോ, ഏതാന്ന് മറ്റേ ഇതുണ്ടല്ലോ, ഏതാന്നാ പാട്ട്, കനവേ മറ്റേ പാട്ടിലുണ്ടല്ലോ, ഓന്റെ 2-3 പാട്ട് ഓൻ എന്നോട് താഴെന്ന് പറഞ്ഞു ഇത് റിയാക്ട് ചെയ്യണം, ഇതിന് ഹൈപ്പ് ഏറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 പാട്ട് ഞാൻ റിയാക്ട് ചെയ്തു. അത് ഗാലറി വിഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഞാൻ പറയുന്നില്ല, എനിക്ക് തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തെറി വിളിക്കുകയും ചെയ്യും. കള്ള നായ്ക്കൾ, ഗാലറി വിഷൻ എന്ന് പറയുന്ന കള്ള നായ്ക്കൾ ഉണ്ടല്ലോ, ഈ നായ്ക്കൾ ആ പോക്സോ നാറീന്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇവന്മാര് എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞു. ഫാസിലോ അങ്ങനെ ഏതോ പറഞ്ഞ ഒരു നാറിയാണ് ഇത് ചെയ്തത്. ഇവനെല്ലാം കൂടി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. എന്നിട്ട് ഇതായാലും ഇവന്മാർ അത് വെച്ചിട്ട് തന്നെ എന്നെ പണിഞ്ഞു, മനസ്സിലാ? ഞാൻ പിന്നെ ഓനെ പോലെ അത്ര പെട്ടെന്ന് തന്നെ ലൈവ് ഇതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പൊ ഓൻ പറഞ്ഞിട്ട് ഞാൻ റിയാക്ട് ആക്കിയ സാധനത്തിന് ഓൻ തന്നെ ഇതടിച്ചിട്ട് തന്നു. 2 കോപ്പിറൈറ്റ്, 2 3-4 എന്തോ അടിച്ച് ചാനൽ ഇതാക്കി തന്നു. നഗ്ന വീഡിയോകളും അശ്ലീല ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് യൂട്യൂബർ തൊപ്പിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് IT നിയമപ്രകാരം കേസെടുത്തത്. ജെവിനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജെവിൻ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൊപ്പി ഗ്യാങ്ങിന്റെ ചില സംസാരങ്ങൾ, അവരുടെ ചില ഈ വീഡിയോ ഒപ്പം ചേർന്നുള്ള വീഡിയോക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പിന്നെ ഞാനെന്താ മുഞ്ചാനിരിക്കണം. ഓൻ ഇത്രയും എൻ്റെ പേരിൽ ഒരു 5-10 കേസവും കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? 5-10 കേസവും എൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? എന്ത് ഈ പറഞ്ഞ പോലെ എന്നെ വേണമെങ്കിൽ കുടിക്കോ, ബാക്കിയുള്ള 2 പിള്ളേരുണ്ടല്ലോ, ബുദ്ധിയും ബോധവും ഇല്ലാത്ത അസ്പാക്കും മറ്റേ മമ്മും, ഇവന്റെ ഒന്നും ഭയങ്കര അവസ്ഥയാണ് ഇവന്റെ എല്ലാം. അപ്പൊ ആ പിള്ളേരെ ഇതിന് ഞാൻ വിളിച്ച് ചോദിച്ചു. എൻ്റെ വക്കീലുണ്ട് ഒരുത്തൻ, പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ഓന്റെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച്, എന്ത് ഈ പറഞ്ഞ പോലെ പിള്ളേരെ ഒഴിവാക്കി തരുമെങ്കിൽ നമ്മൾ ഒരു ഇതാക്കാൻ വരുന്നില്ല, നമ്മൾ ഇത് പിൻവലിക്കാം. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റൂല, നിങ്ങളെ ഊമ്പിക്കും. അപ്പൊ പിന്നെ നമ്മളും കൊടുത്ത്, നമ്മളങ്ങനെ വെറുതെ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം കൊടുക്കേണ്ട ആൾ ഞാനാ. ആദ്യം എൻ്റെ വീഡിയോ എടുത്തിട്ട്, പ്രൈവറ്റ് വീഡിയോ എടുത്തിട്ട് ഒരു മസാല ഇതുപോലെ നിങ്ങളെല്ലാം കൺവിൻസ് ചെയ്ത് ഇതാക്കിയെടുത്തത് ഈ നാറിയാന്ന്, മനസ്സിലായോ? അപ്പോൾ ഞാൻ അങ്ങോട്ട് കേസ് കൊടുക്കാണ്ടിരുന്നതിനെ കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല, മനസ്സിലായോ? വെറുതെ ഇങ്ങോട്ട് പണിയാൻ നോക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങോട്ട് നമ്മൾ ഇതാക്കി നിന്നതിനെ കൊണ്ട് കാര്യമില്ല. എത്രാമത്തെ എപ്പിസോഡാണ് ചന്ദ്രമേന്റെ? വിമർശനങ്ങളൊക്കെ വന്നിരുന്നു, അതിന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ നഗ്ന ഈ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള ന്യൂ ഗ്യാങ് എന്തായി എന്ന് പറഞ്ഞാൽ നമ്മള് മെമ്പേഴ്സ് സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൊച്ചാപ്പി വന്നിട്ടുണ്ട്, എക്സി വന്നിട്ടുണ്ട്. നമ്മളെ 2 ആൾക്കാർ ഇപ്പൊ അവരാന്നുള്ളത്. കൊച്ചാപ്പിയും എക്സിയും MRC ഇറങ്ങിയ ആൾക്കാരാണ് അവർ. ആദ്യമേ ഈ പറഞ്ഞ അടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് ബുദ്ധി ഉള്ളതുകൊണ്ട് ഇറങ്ങിയ ഒരാളാണ് കൊച്ചാപ്പി. അപ്പൊ കൊച്ചാപ്പി ഇറങ്ങിയത് കൊണ്ട് കൊച്ചാപ്പി വന്നു. കൊച്ചാപ്പിനെ നമ്മൾ ലൈവിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കൊച്ചാപ്പി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് ബാക്കിയുള്ള ആൾക്കാരും കൂടി. കൊച്ചാപ്പി ഒരു അടിപൊളി മെമ്പറാണ്, നല്ല ഗൺ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോ ബാക്കിയുള്ള ആൾക്കാർ വരും, മനസ്സിലാവും. ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ വെയ്യ വരും. ഒരു 1 month 2 monthന്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്രാച്ച് ഓരോരോ ആൾക്കാരായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സ്ലോട്ട് ഫുള്ളായി. അറിയാം ബ്രദർ എല്ലാം അറിയാം. ഈ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, മനസ്സിലാവും. അങ്ങനെ ആക്കാനാണ് നമ്മളെ പ്ലാന്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം, ബാക്കി നമുക്ക് എന്താന്നുള്ളത് നോക്കാം.
ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളടക്കം കാണുന്ന ഒരു ചാനൽ പ്ലെയിൻ GTA ജയിൽ, അത് നമുക്ക് നോക്കാം. അല്ല, ജയിലിൽ പോവാന്ന് വെച്ചാൽ ജയിലിൽ പോവാടാ. കാരണം എൻ്റെ ഡ്രഗ് റിപ്പോർട്ട് നാളെ ഞാൻ വ്ളോഗ് വരുന്നുണ്ട്. എൻ്റെ ഡ്രഗ് റിപ്പോർട്ടിന്റെ വ്ളോഗ് ഞാൻ നാളെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണും, മനസ്സിലാ. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാക്കും. നമുക്ക് എന്തായാലും എൻ്റെ കാര്യങ്ങൾ തെളിയിച്ചേ പറ്റും, മനസ്സിലാ. കുറെ ഞാൻ ഡൗൺ ആയിട്ടിരുന്നു, കുറെ സങ്കടപ്പെട്ടിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ കരയാനും പോയിട്ട് ചാടാ നാറി എന്ന് പറയാനും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ഊമ്പിക്കാനും കുറ്റം പറയാനും നടക്കുന്ന കുറച്ച് കുണ്ണകളുണ്ട്. ഈ കുണ്ണകളൊന്നും നമുക്ക് ചെലവിന് തരാൻ പോകുന്നില്ല, മനസ്സിലാ. ഇവന്മാരെല്ലാം ഈ വന്ന് ഓൺലൈനിൽ തെറി വിളിക്കലും ഇതാക്കും അല്ലാണ്ട് ഇവന്മാരൊന്നും ഒരു മൈലും ഒരു ഉപകാരത്തിനും ഒരു 5 ഉറുപ്പ്യന്റെ ഉപകാരത്തിന് ഈ കുണ്ണകളെത്തൂല. അതുകൊണ്ട് ഇവനെല്ലാം വെച്ച് ഇവനെല്ലാം പറയുന്നതും കേട്ട് ഡൗൺ ആയിട്ട് ഇരുന്നാണ്ടല്ല ആടെ ഇരിക്കായി. അത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവനെല്ലാം പറയുന്നത് എന്താന്ന് വെച്ചാൽ പറയട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, എൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, അത് വയ്യ കാണും. അതുമായിട്ട് ഞാൻ മുമ്പോട്ടേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ കണ്ട കുണ്ണകളെ പട്ടികൾക്കൊന്നും റിപ്ലൈ കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ഓക്കെ, ചാനലാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ, എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? ഓക്കെ ആയിരിക്കും, എല്ലാം സെറ്റ് ആവും. താങ്ക് യു അനു 112. താങ്ക് യു. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ പോലും ഞാൻ എൻ്റെ ഇൻസ്റ്റ കാണിച്ചു തരാം. എത്ര ആൾക്കാർ തെറി വിളിച്ചു, എത്ര ആൾക്കാർ കൂടെ ഉണ്ടായവരെതിരായി എല്ലാം ഞാൻ കാണിച്ചു തരാം, മനസ്സിലാവും. അപ്പൊ ഈ പ്രശ്നം വരുമ്പോൾ നമുക്കൊരു ആരൊക്കെ കൂടെ ഉണ്ടാവും എന്താന്നൊക്കെ നമുക്ക് അറിയാം, മനസ്സിലാവും. ഈ ഫസ്റ്റ് മുതൽ എൻ്റെ കൂടെ ഉണ്ടായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സാമി, ഈ പറഞ്ഞ പോലെ കൊച്ചാപ്പി, കുറച്ച് ആൾക്കാർ അവരൊക്കെ ഇപ്പം ഇതായിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ കാര്യങ്ങൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, മനസ്സിലായി. അവരൊന്നും ഈ മസാല ഇതിൽ നിൽക്കാത്ത ആൾക്കാർ. അതായത് ഒരു മസാല സാധനം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുന്നു, അതായത് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടുന്നു, ആ സാധനം ഇട്ടെന്നിട്ട് പിന്നെ തെളിവൊന്നും കാണിച്ചില്ല, പിന്നെ അവൻ്റെ വായിൻ്റെ ഇതിൽ നിങ്ങൾ വിശ്വസിച്ചു. ഈ സംഭവം എനിക്കും ചെയ്യായിരുന്നു. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഡ്രഗ് ടെസ്റ്റ് ഹെയർ വെച്ച് ചെയ്യണമെന്നോ, എവിടെ ഹെയർ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂല. അവിടെ ബ്ലഡ് ടെസ്റ്റും ആണെന്നുള്ളത് യൂറിൻ ടെസ്റ്റും ആണെന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്ന യൂറിൻ ടെസ്റ്റാന്ന് പറഞ്ഞു. ഇനിയിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ എവിടെയെന്ന് വെച്ചാൽ ബ്രോ പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഇനി മുടി പരിശോധിക്കണേ, ഞാൻ എൻ്റെ മുടി മുറിച്ചിട്ട് ഞാൻ കൊറിയർ അയച്ചു തരാം. ബ്രോ എവിടെയെന്ന് വെച്ചാൽ അയക്കും. ഓക്കെ, ഇത് IT നിയമപ്രകാരം IT നിയമം 66 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ROG എന്നാണോ ന്യൂ ഗാങ്ങിന്റെ നെയിം? അതായിരിക്കും, ROG തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് നമ്മളത് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാ. ROG എന്ന് പറയുന്നത് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാ. തൊപ്പിക്കെതിരെ ഇപ്പോൾ എന്നെ മോഡാക്കാം ബ്രദർ. ആയിരിക്കാം മെസ്സേജ് അയക്കണ്ടേ? ഒരാളുണ്ട്, ലൈവ് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നോക്കാൻ പറ്റുമോ അറിയില്ല, ഞാൻ ഇതാക്കാം. നിലവിൽ തൊപ്പി മാത്രമാണ് ROG ഫുൾ ഫോം എനിക്ക് അറിയില്ല, ഫുൾ ഫോം കണ്ടുപിടിക്കണേ. ഞാൻ പെട്ടെന്നൊരു പേരിട്ടതാണ്. പ്രതി തൊപ്പിക്കെതിരെ കേസെടുത്തത്. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് ഈ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ശ്രീജിത്ത് പെരുമനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പരുമായിട്ട് ഇതാക്കിയതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സത്യം ജയിക്കണം, ഞാൻ ജയിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മസാല ഇതും ബാക്കിയുള്ള പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ മെജോറിറ്റിയോ വെച്ചിട്ടല്ല ഇവിടെ ജയിക്കേണ്ടത്, മനസ്സിലാ. ഇവിടെ മൈനോറിറ്റിക്കും ഈ പറഞ്ഞ പോലെ ഇതായിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ ജീവിക്കണം, ഇതാക്കണം. അല്ലാണ്ട് അങ്ങനെ പൈസ ഉള്ളവരും ഇതുള്ളവരും മാത്രം ഇവിടെ ജീവിച്ചാലും ഇതാക്കിയാലും പോരാ. നേരത്തെ തന്നെ അഞ്ജലി പറഞ്ഞ പോലെ തൊപ്പിക്കെതിരെയും തൊപ്പി സംഘത്തിനെതിരെയും മമ്മൂനെ വിളിക്കുന്ന കുണ്ണയപ്പ, നിന്റെ അച്ഛനുണ്ടല്ലോ അർജുനെ നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛനെ കൊണ്ട് ഇവിടെ കടത്ത്, ഞാൻ അയാളിട്ട് പണിത്തരാം. ഓക്കെ, ഉള്ള ഒരു അന്വേഷണം സംസ്ഥാനത്തെ പോലീസ് തുടങ്ങിയിരുന്നു. അത് ഈ പറഞ്ഞ വ്യാപകം ഇത് നോക്കി ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്താ പറയാ, ഒരു പക്ക ഈ പറയുന്ന ഇതിനുള്ള പോലത്തെ ഫോട്ടോ. ഇത് എന്തിനാ, ഇതെന്തോ ഒരു ഇതിന് നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തതാണ്. ഇതാണ് ഇപ്പൊ എല്ലാ ന്യൂസ് ചാനലും ഇടുന്നത്. അതായത് എന്തോ ഒരു ആഭ്യന്തര കുറ്റവാളികളെ പോലെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. കാരണം ഇതുണ്ട്, എന്താ പറയാ, ഗണ്ണുണ്ട്, കാര്യങ്ങളുണ്ട്. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഒപ്പം എനിക്ക് നിന്നോട് ക്രഷാ പ്രത്യുഷ്. വേണ്ട ബ്രദർ, വേണ്ട. റിപ്പബ്ലിക് ഓഫ് ഗെയിമിംഗ് എന്ന് ടഫ് ഓൾറെഡി ഒരു ബ്രാൻഡ് ഉണ്ട്, ആണോ? അല്ല, നമുക്കിത് വേറെ ഇതിലായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ അന്വേഷിച്ചപ്പോ അങ്ങനെയാ അറിഞ്ഞത്. അടുക്ക ഞാൻ കാണട്ടെ. മറ്റ് ലഹരി ഉപയോഗം അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുന്നതിലായിരുന്നു അന്വേഷണം. അതിനിടയിലാണ് ഇങ്ങനെ ചില വീഡിയോ, സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ സ്വന്തം ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലുമൊക്കെ തൊപ്പി പ്രചരിപ്പിച്ചതായിട്ട് പോലീസ് തെളിവ് സഹിതം കണ്ടെത്തുകയും പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. തുപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരുടെ വീഡിയോയാണ് യൂട്യൂബിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഉടനെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നിലവിലെ ഈ സെക്ഷൻ ROG GTA ഗാങ് അപ്ലിക്കേഷൻ കൊടുത്തു. അപ്ലിക്കേഷൻ ഇന്നലെ ക്ലോസ് ആയടാ. ഇന്നലെയോ മിന്നാന്നെന്തുമായിട്ട് ക്ലോസ് ആയി. അപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം
ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഇപ്പൊ ഇതില്ല, മനസ്സിലായോ? നമ്മളിപ്പോ ഞാനും കൊച്ചാപ്പിയും എക്സിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ വരണം, മനസ്സിലായോ? കുറെ ആൾക്കാർ വരാന്ന് പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് കുറെ ആൾക്കാർ പോയി, തെറ്റിദ്ധാരണകളും കാരണങ്ങളെല്ലാം കൊണ്ട് അവര് പോയി. സോ ഇനി പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ വരണം, അത് വരും. അങ്ങനെ ഒരു ഇതില് ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവര് വന്നിട്ട് നമ്മൾക്ക് സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്ത് ഓരോരാളായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഗാങ്സിലോട്ട് ഇടാം. ഒരു 1 month 2 monthന്റെ ഉള്ളിൽ നമുക്ക് ഇടാം. അനുസരിച്ച് IT നിയമം അനുസരിച്ചുള്ള കുറ്റത്തിന് 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ DC ചെയ്യാം. പിഴയോ ഇത് ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ്. തൊപ്പിക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല പോലീസ് നടപടി ഉണ്ടാകുന്നത്. നേരത്തെയും അതറിയാം. ഇവന്റെ ഈ സംഭവം എല്ലാ സ്റ്റേഷനിലും പോയിട്ട് ഇപ്പൊ ഓരോരോ ആൾക്കാർ പരാതി കൊടുക്കുന്നുണ്ടാവില്ലേ? അതായത് ഇത് പബ്ലിക്കായിട്ട് ഇതിന് പരാതി കൊടുക്കാം. അപ്പൊ പബ്ലിക്കായിട്ട് പരാതി കൊടുക്കാൻ പോകുമ്പോൾ പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. അതായത് പേര് പറഞ്ഞാൽ മതി. തൊപ്പി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഈ പറഞ്ഞ ഇതിൽ ഓൾറെഡി കുറെ പെണ്ണ് കേസും പരിപാടി കേസും മറ്റേ കേസിലായിട്ട് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ട വന്നില്ല. വീടിന്റെ ഡീറ്റെയിൽസോ ഫോൺ നമ്പറോ പരിപാടി ഒന്നും എടുക്കേണ്ട വന്നില്ല. എല്ലാം അവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. പല 2-3 തവണ പോലീസ് തൊപ്പിക്കെതിരെ നടപടി എടുത്തിരുന്നു. ഒരു തവണ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കേസെടുത്തിരുന്നു. മറ്റൊരു തവണ ഒരു ബസ് ജീവനക്കാർക്കെതിരെ തോക്ക് ചൂണ്ടി എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് സമൂഹ മാധ്യമത്തിൽ ഈ പറഞ്ഞതുപോലെ കുട്ടികളടക്കം ഫോളോ ചെയ്യുന്ന 1 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിൽ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയത്. അതിനിടെ ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഈ അടുത്ത് പോസ്റ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോയ്ക്കൊപ്പം തന്നെ അശ്ലീല ദൃശ്യങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. തൊപ്പി എന്തായാലും ഇവിടെ നിലവിൽ തൊപ്പിയെ പോലീസ് വിളിപ്പിച്ചിട്ടില്ല. തൊപ്പി എവിടെയാണ് എന്ന് അന്വേഷിക്കുകയാണെന്നാണ് റൂറൽ പോലീസ് അറിയിച്ചത്. തൊപ്പിയെല്ലാം ഓടി ഏതോ കുന്നിന്റെയോ മലന്റെയോ മുകളിലുണ്ടാവും. എവിടെങ്കിലും കയറി ഓടിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ സംഭവം നടന്ന് വിത്തിൻ സ്പോട്ട് ഓടിയിട്ടുണ്ടാവും. എന്തോ സ്റ്റേഷനിൽ എന്തോ പോയി പരാതി കൊടുത്തെന്നെന്തോ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നില്ല പോലീസുകാർ പോലും അറിഞ്ഞ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ പോലും ആ സംഭവം നടന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടുന്നോ എന്തോ 2 പേപ്പറും കൊണ്ടുവന്ന് പ്രിന്റും എടുത്ത് എനിക്ക് തോന്നുന്നു എന്തോ സ്റ്റേഷനോ പോലീസുകാരോ ഇത് അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, മനസ്സിലാ? മൂപ്പരെ ഇടുന്നോ ഈ പറഞ്ഞ പോലെ ഒരു പേപ്പർ എടുത്ത് വന്ന് പോലീസുകാരെ ഒന്നിക്ക് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, പോലീസുകാർ അറിയണ്ടാവില്ല ഈ സംഭവം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോലും കണ്ടാൽ ചിലപ്പോൾ എടുത്താകത്തിടും. അതുകൊണ്ട് പോലീസുകാർ പോലും അറിയാണ്ട് ഈ പറഞ്ഞ പോലെ ഓടിപ്പടച്ച് വീഡിയോ എടുത്തിട്ടത് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പൊളിഞ്ഞ് എനിക്കിപ്പോ എന്താന്ന് അറിയില്ല. ഫസൽ ഡെത്ത് റിയാലിറ്റി അത് ഞാൻ മറ്റേ ഇവന്റെ ഹക്കീമിന്റെ വീഡിയോ ഉണ്ട് ബ്രദർ. ഞാൻ കഴിയുമ്പോട്ട് അതില് എനിക്ക് തോന്നുന്നില്ല, അതിലൊന്നും യാതൊരു ഇതും ഇല്ലടാ. അതൊക്കെ ഈ പറഞ്ഞ പോലെ അതിലൊന്നും ഓനെന്തോ ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ സംഭവം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അതുപോലെ തന്നെയാണ്. അതിലൊന്നും യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഇവൻ വീട്ടിലിരിക്കുക, ഇവൻ യൂട്യൂബോ പരിപാടി ഒന്നും ഇല്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവന്റെ പെങ്ങളെ കല്യാണം ഉണ്ടായിരുന്നു. ഇവന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒരാഴ്ച 2 ആഴ്ചക്ക് ശേഷം ഫസൽ ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണം എന്താ നമുക്ക് ഇന്നും ആർക്കും ഒന്നും അറിയില്ല, മനസ്സിലാ? സോ അതിന്റെ എന്താ നമുക്ക് അറിയില്ല. TRG പോരെ ഗാങ് നെയിം. TRG എന്ന് പറയുമ്പം നമുക്ക് നോക്കാം. KZD കുണ്ടൻ സദോലോകം. ആരാ പറയുന്ന? നന്ത്രി. നിന്റെ അച്ഛനായിരിക്കും ഈ പേരിട്ടിട്ടുണ്ടാവില്ലടാ പുണ്ടച്ചി മോനെ. ഓക്കെ, വാലറന്റ് കളിക്കണോ? നമുക്ക് വാലറന്റ് കളിക്കണേ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വാലറന്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ഷമീറെ, ഈ വീഡിയോ വേണമെങ്കിൽ നിനക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കാണാം. ഷമീർ എക്സ് താര കപ്പിൾ ആർ പീസ് ആൻഡ് ഓർ താര ന്യൂ ബോയ് ഫ്രണ്ട് ജസ്റ്റ് വാച്ച് ആൻഡ് ഡോണ്ട് കമന്റ്. ആർക്കും ഹേറ്റ് കൊടുക്കില്ല ഗൈസ്, ഓൺലി സ്പ്രെഡ് ലവ് ആൻഡ് ലീവ് ഇറ്റ്. 1 ക്വസ്റ്റ്യൻ. ROG എന്ന ഗാങ് എക്സിൽ വരുമ്പോൾ ഷമീർ എനി ഹോപ്പ് ഉണ്ട് ബ്രദർ? ഹോപ്പ് ഉണ്ട്, സ്ട്രോങ് ഹോപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതായിരിക്കും നല്ലത്. ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഈ പറഞ്ഞ പോലെ എന്തെല്ലാം തെറിവുകളാണ് കിട്ടുന്നത്, എന്തെല്ലാം ഇതാ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അല്ലാണെ പാരെ കാണ്, അതപ്പിലായൊരു മലെ കാണ്, ബദറായൊരു നെരുപ്പിരിക്കാണ്, അഹദിലെ മഹദിനെ കാണ്, അറവാതിലെ അരക്കണ തോക്ക്, 60 കുരുക്കണ കഥകളിലേക്ക്,
മതി മറന്നൊരു കനവില് തോക്ക് കില കില കിലങ്ങണ്ട തോക്ക്. അപ്പൊ താര മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഇനി RP ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാനുണ്ട് നിന്റെ കൂടെ സപ്പോർട്ട്. താങ്ക് യു ബ്രദർ, താങ്ക് യു. സൗണ്ട് കേൾക്കുന്നില്ല? ഗ്യാങ് സ്ലോട്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. എനിക്കറിയാം ബ്രദർ. ഐ ഡോണ്ട് തിങ്ക് സോഡാ. റീസെന്റ് നടന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഓൾറെഡി ആൾക്കാർ കളിയാക്കുന്നത് തുടങ്ങി. സിറ്റിക്കകത്തും പുറത്തും ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്ക് കോൺട്രവേഴ്സി ആവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലടാ. അല്ലാണ്ട് നീ എന്ത് ചേച്ചി ചെയ്യുന്നല്ല കൊണ്ടൊന്നുമല്ല. ഡോണ്ട് ഫീൽ ബാഡ്. എനിക്ക് നിന്നോട് ദേഷ്യമോ വേറെ ഒന്നുമില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. അതിൽ കുറ്റമൊന്നും പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ല, ഇതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓളെ കാര്യം പറഞ്ഞു. അത് എന്നെ കൊണ്ട് പറ്റുന്നത്ര ഓള് സഹായിച്ചതും ഇതാക്കിയതല്ലാന്ന്. എന്നെ കൊണ്ട് പറ്റുന്ന, ഓളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തതാന്ന് തന്നെ ഭയങ്കരമായിട്ട് ഓള് ലൈവ് പോലും ഇടാണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യം വരുമ്പം ഓളൊരു ഗേൾ അല്ലടാ. അപ്പൊ ഓളെ കൊണ്ട് അല്ലെങ്കിൽ ഓക്കെ ഇതാകുന്ന കാര്യം ഓള് ചെയ്തു. മനസ്സിലായോ? ഓളെ കൊണ്ട് ഇതാക്കുന്ന കാര്യം ചെയ്തു. അതിൽ ഒരു കുറ്റവും ഒരു ഹെയ്റ്റും താരനോട് ഇല്ല കേട്ടോ. ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്, ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ യാതൊരു ഇതും എനിക്ക് കുറ്റമോ തെറ്റോ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് വരാൻ പറ്റുമോ നിന്റെ ഗ്യാങ്ങിലേക്ക്? നന്നായിട്ട് PvP സൈഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതാക്കാം ബ്രദർ, നോക്കാം. പിന്നെ ഇതൊന്നും കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഇതൊന്നും ഞാനൊന്നും ആക്കിയില്ല. ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. എനിക്ക് മുമ്പ് നിങ്ങളെ കണ്ടു പരിചയമില്ലായിരുന്നു. ഇഷ്യൂ ആയതിനു ശേഷമാണ് നിങ്ങളെ അറിഞ്ഞു. സോ അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. ആരുടെയും പൈസ കിട്ടിയിട്ട് ജീവിക്കാതെ നല്ല കണ്ടന്റ് നോക്കി നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. കൂടെയുള്ള മമ്മുവിനെയും കൂടെ കൂട്ടാതിരിക്കുന്നതായിരിക്കും താങ്കളുടെ കൂടുതൽ ഉയർച്ചയ്ക്ക് നല്ലത്. സൂയിസൈഡ് ചെയ്താൽ അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വരും. ചിലപ്പം ഷമീറിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കും. നാളെ ഈ പറയുന്ന ആളുകൾ തന്നെ ഷമീറിനെ സപ്പോർട്ട് ചെയ്യും. ഈ സമയം കടന്നു പോകും. ബട്ട് ഒന്ന് മാത്രം ഓർക്കുക, കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ തൊപ്പിയെ പോലെ ആകാതിരിക്കുക. ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ഒന്നാമത്തെ കാര്യം ആകാതിരിക്കുക. ഷമീറിനെ ഓൾറെഡി ആളുകൾക്ക് പരിചയം ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഒരു ചാനൽ ബിൽഡ് ചെയ്ത്, എൻ്റെ ചാനൽ 3 ചാനലാട്ടോ പോയത്. 3 ചാനൽ അടിച്ചു കളഞ്ഞു. മനസ്സിലായോ? 3 ചാനൽ. ബുദ്ധിമുട്ടുള്ളതല്ല. പിന്നെ കാണാനും നല്ല ഫേഷ്യൽ ഫീച്ചേഴ്സും മറ്റുമുണ്ട്. അതുകൊണ്ട് മോഡലിംഗ് മറ്റും രംഗത്തേക്ക് ഇറങ്ങാം. സോ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് കൂടെ നിങ്ങൾ സക്സസ് ആകും. ഈ മോശം വാക്കുകളൊക്കെ ഒഴിവാക്കുക, അത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സപ്പോർട്ട് ചെയ്യാനും ഉണ്ട്. അതേ സെയിം ടൈം തന്നെ തെറി വിളിച്ച് കൂടെ നിൽക്കാനും ആൾക്കാരുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇതിന് മാത്രമല്ല, തെറി വിളിക്കാനും കുറേ ആൾക്കാരുണ്ട്. ഇതാരാ? ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, തെറി വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. തെറി വിളിക്കുന്ന ആൾക്കാർ ഇതാ 750 RS കാണിച്ചത് ലൈവ് ആണ്. 750 ഉറുപ്പ്യ കാണിച്ച് ഞാൻ ഇന്ന ലൈവ് കാണിപ്പിക്കണം. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ കമന്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്താ വരിക. എന്താ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ ഇതായിട്ടുള്ളതും വരുന്നുണ്ട്. ഇതാ പോടാ മൈര്, നിന്റെ തന്ത പോടാ മൈര് പുണ്ടച്ചി മോനെ അല്ല. പിന്നെ ഇവനെല്ലാം എടുത്ത് അങ്ങ് ഇതാക്കുക മനുഷ്യ. അല്ലാണ്ട് ഇവനൊന്നും പറയുന്ന തെറിയും കേട്ടിട്ട് 5 ഉറുപ്പ്യ ഞാൻ ചാകം കിടന്നാൽ പോലും വെള്ളം നീ നായൊന്നും മേടിച്ചില്ല. കാരണം ഇവനെല്ലാം ഇട്ടങ്ങ് അവരാധിക്കാൻ പോയത് ഞാൻ. അല്ലാണ്ട് ഇവന്റെ ഒന്നും ഇതും കേട്ടിട്ട് ഇനി ഷമീർ നിൽക്കുന്നില്ല. മനസ്സിലാ? വി ആർ സപ്പോർട്ടീവ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു പുണ്ടച്ചി മോൻ. ആരാന്ന് നമുക്ക് അറിയില്ല. സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്, കുറ്റം പറയാനും ആൾക്കാരുണ്ട്. ഇതാ ചത്തില്ലേ എന്നാണ് ഈ പുണ്ടച്ചി മോനെല്ലാം ചോദിക്കുന്നത്. ചത്തില്ലേന്ന് നിന്റെ അച്ഛൻ, ഒരു മിനിറ്റ്, നിന്റെ അച്ഛൻ ഉണ്ടാവുമല്ലോ വീട്ടില്, അയാളോട് പോയിട്ട് ചോദിക്കും ചത്തില്ലേന്ന്. കിടക്കുന്നുണ്ടാവില്ല, അയാളോട് പോയി ചോദിക്കണം മൈരെ. ചത്തില്ലേ? മനസ്സിലായ? ആൾക്കാര് മൈൻഡ് ഔട്ട് ആയിട്ട് മരിക്കാൻ നിൽക്കുമ്പോ ഈ കുണ്ണാൽ ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നത്. പിന്നെ കുറെ എണ്ണം അതിന് കണക്കായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടാ. ഉണ്ടോ? ഞാൻ പറയുന്നില്ല. ഇതാ ഊമ്പ് ഫേക്ക് അക്കൗണ്ട്. നിന്റെ അച്ഛനോട് പോയി പറടാ നാറി. കുറെ എണ്ണം കുറ്റം പറയാനും ഉണ്ട്. ഇതൊന്നല്ല, കുറേ ഉണ്ട്. ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞതാ. ഇതാ പോയി നിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നിന്റെ വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ, അവരോട് നീ ഈ കാര്യങ്ങളെല്ലാം പറ കേട്ടാ മൈര്. അന്നെ ഇങ്ങോട്ട് പറയാൻ പറ്റണം ഉണ്ണെ.
ഇതെല്ലാം കൊടുക്കണം കഴിച്ചു. അങ്ങത്തെ ഊമ്പിത്തരാ ഇവരെല്ലാം പറയുന്നത്, മനസ്സിലാ? പിന്നെ അതുകൊണ്ട് ഇനി ഇതൊന്നും നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാല് കാര്യം നടക്കൂല. നമുക്ക് രണ്ട് പറയണമെന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഊമ്പിത്തരം പറഞ്ഞ. എന്നും ഉണ്ട് കുറെ ഇതുണ്ട്. ഇത് കേസായിക്കോട്ടെ, കുഴപ്പമില്ല. ഇങ്ങോട്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഞാനെന്തിനു വേണ്ടാലും ഇതും കണ്ടിട്ട് ഞാൻ നിൽക്കണം? നാറികള് അത് രണ്ട് കൊടുക്കണം എനിക്ക് തോന്നി, മനസ്സിലാ? ഓക്കെ. RP ഇത് നമ്മൾ വായിച്ചില്ല. ഷമീർ ഈ വീഡിയോയിൽ വേണമെങ്കിൽ നിനക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കാണാം. ഷമീർ എക്സ് താര കപ്പിൾ RP സെൻഡർ താര ന്യൂ ബോയ് ജസ്റ്റ് വാച്ച് ആൻഡ് ഡോണ്ട് കമന്റ്. ആർക്കും വെയിറ്റ് കൊടുക്കല്ലേ ഗൈസ്, ഡോണ്ട് സ്പ്രെഡ് ലവ്. കൊടുക്കല്ലേ ഗൈസ്, ഓൺലി സ്പ്രെഡ് ലവ് ആൻഡ് ലീവ് ഇറ്റ്. വൺ ക്വസ്റ്റ്യൻ. ഞാൻ കണ്ടില്ല, ഞാൻ കാണട്ടെ. ഇപ്പോഴും ഒന്ന് തിരിച്ച് പ്രേമിച്ചുകൂടെ പയ്യനെ? താരയാണിത്. ഒന്ന് തിരിച്ച് പ്രേമിച്ചുകൂടെ പയ്യനെ? അവനൊരാഗ്രഹം കാണത്തില്ലേ? ആരെ നാട് വിട്ടു പോയതല്ലേ? വരും, എന്തെങ്കിലും വരും. താരക്ക് വേണ്ടി ഷമീർ. അന്ന് ഈ അറബിക്കടല് ഷമീറിന്റെ ആണെങ്കിൽ ബാലനല്ലേ ഇത്? എക്സാൻഡിസ് കടല് ഷമീറിന്റെ ആണെങ്കിൽ താര അമ്പൂന്റെ അല്ല, ഷമീറിന്റെ അല്ലേ ബാല? ചിരിക്കണം കേട്ടോ, എണ്ണയിൽ കണ്ണൊഴിച്ച് അല്ല കണ്ണിൽ എണ്ണ ഒഴിച്ച്. വേണ്ട, അത് വേണ്ട, അത് വേണ്ട അമ്പു. ഇതാരാ ബോട്ടിങ് വിളിക്കുന്ന? തെറി വിളിക്കായിരിക്കും. ഹലോ 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 ഹലോ, എന്താ തൂറിയാ വരും? താര സിംഗിൾ ആണോ? ഞാനിപ്പോ സിംഗിളാണ്, 100% ഷുവർ സിംഗിളാണ്. ഇനി ഇങ്ങനെ തന്നെ നിൽക്കും. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ. ഞാൻ ഇത് കാണുന്നില്ല, ഞാൻ ഇത് കാണുന്നില്ല. അത് കാണുന്നില്ല. വേണ്ട വേണ്ട. ഇതാരാണ് ഈ മുച്ചിരി കൂടെ? അടിപൊളി ഐഡിയ ആണല്ലോ. കൊറേ എണ്ണം വിളിക്കുന്നുണ്ട് മുത്തേ. ഹലോ ഹലോ, ഇതാരാ? ലൈവായിട്ട് ചോദിച്ചതാ. എന്താ ബ്രോ? ഒന്നും പറയാൻ കിട്ടില്ല. എന്താ നിന്റെ അഭിപ്രായം എന്താ നിന്റെ? അല്ല, ഈ നടന്ന കാര്യങ്ങളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടേ പറഞ്ഞോ. ഹലോ ഹലോ, ബുദ്ധിക്കും തോന്നട്ടാ. ഹലോ, കട്ടായി. ഓക്കെ. മീ അൺമാരിഡ് ഇൻ 2050 വൈബ് വിത്ത് മൈ ബ്രോസ് ഡോട്ടർ. ജനനായകൻ ഇറങ്ങുന്നില്ലോളി. യാ റബ്ബേ, കോളോട് കോളായിരിക്കും മുറ്റ. ഹലോ ഹലോ ഹലോ. നീ ഒന്നും പേടിക്കണ്ട, നിനക്ക് ആളുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. എടാ, നീ ഈ പറയണ ഈ മൈരമാരൊന്നും വാക്കൊന്നും കേട്ട് നീ നിന്നെ തലൊഴിക്കണ്ട. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായ? അവരെ വിശ്വസിച്ച് നീ നിന്നാ മതി. അല്ലാതെ ഈ മുമ്പിയന്മാരെ വാക്കും കേട്ട് നീ മൂഞ്ചാ നിൽക്കണ്ട, മനസ്സിലായ? താങ്ക് യു ബ്രദർ. നിന്റെ മനസ്സിലേക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ പറഞ്ഞിട്ട് എല്ലാവരെയും ഇടിച്ചാൻ പോയിട്ടുണ്ട് നീ സ്കൂളിലൊക്കെ. നീ ചോദിച്ചു നോക്ക്, തൊപ്പി സപ്പോർട്ട് ചെയ്ത ഓരോ പങ്കുകാരും മൂക്കിടിച്ചാൻ പോയിട്ടുണ്ട്, അറിയാമോ? അങ്ങനെ ചെയ്യണ്ടടാ. എന്തിനാ അങ്ങനെ ചെയ്യുന്ന?
എടാ ഇവന്മാർക്കൊരു വിചാരമുണ്ട് ഇത് എന്താണ് നീയും അമ്മും കൊണ്ടുവരാന്നൊക്കെ വിചാരം. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല. കാരണം നീ നല്ലൊരു വെറുതിനാന്ന് എനിക്കറിയാം. മനസ്സിലായാ? ആ താങ്ക് യു ബ്രദർ, താങ്ക് യു. പിന്നെ ഗ്യാങ്ങൊക്കെ തുടങ്ങി വരാത്തോ താഴെ വിട്ടേക്കുന്നു. ഓക്കെ താങ്ക് യു, ലവ് യു. ഓക്കെ ഡബ്ല്യു ചെക്കൻ പെയ്ഡോ? എന്ത് പെയ്ഡ്? എടാ പോടാന്നാറി. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, ബീട്രൂട്ട് 3 കിലോ 100, ചെറിയ ഉള്ളി 2.5 കിലോ 100. ബഹുമായിരിക്കും. എന്താ ഒന്നുമില്ലേ? ഫോർസ ന്യൂ വീഡിയോ റിയാക്ട് ചെയ്യാൻ ഞാൻ ഇന്നലെ ചെയ്തു. ഇന്നലെ ഞാൻ ചെയ്തു. താരയുടെ കാമുകൻ. ഹലോ ഹലോ അല്ല ഞാൻ ട്രെയിൻ കിട്ടിയ. ഇതാരാ? ഷമീർ ഇതൊന്നും ഇല്ല. ഷമീറിന്റെ കേസൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഷമീറൊക്കെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ആകെ ഈ പറയുന്ന കുറച്ച് ഷമീറിന് എനിക്ക് ഈഗോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വാച്ചിങ്ങിന്റെ കേസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഷമീറൊക്കെ വാസ് ഗുഡ് ഫ്രണ്ട്. സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഓനായിട്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ഷമീറിനായിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ ലാസ്റ്റ് ടൈമിലും കൂടിയും ഈ പറഞ്ഞ പോലെ ഓനെ എനിക്ക് ഈദ് മുബാറക്കൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആക്കിയാണ് ഒരു ഇതൊക്കെ അയച്ചതാണ്. അല്ലാത്ത ഞങ്ങളുടെ ഇടയിൽ ഈ വാച്ചിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു ഇഷ്യൂവും ഞാനും ഷമീറും തമ്മിൽ വേറെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വേറെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. പറഞ്ഞോ. ഹലോ, അതാരീ വേറുള്ള ആൾക്കാർ ഇന്നലത്തെ ലൈവ് ഡിലീറ്റാ. സനു മഞ്ജു വാര്യറാണ്. സനുവിന്റെ വീഡിയോ ഞാൻ കണ്ടു. അമേസിങ് വർക്ക് കേട്ടോ. ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ കഴിവുള്ളത്. എന്തായാലും നന്നായിരിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അശ്ലീല ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസ്. ഇതാരാ? ഹലോ ആ സുഖം. ഇതാരാ? വലിയൊരു ആരാധകനാണ്. ആണോ? സ്കൂളിൽ പഠിക്കുന്നതാണോ? അല്ലടാ, സംഭവം എന്ന് വെച്ചാല് ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചാ. പിന്നെ അതിന്റെ സംഭവം ഇങ്ങനെ വർക്കിന്റെ വീഡിയോ കണ്ട നമ്മള് തൊപ്പിനെ പറ്റി അങ്ങനെ പറയാൻ വിചാരിച്ചു. പിന്നെ തൊപ്പി പറഞ്ഞ വിചാരിച്ച് തൊപ്പിന്റെ ഭാഗത്താ ശരിക്കും വിചാരിച്ച്. അത് ഓനൊരു മസാല സാധനം ഇട്ടല്ലോ. സംഭവം അങ്ങനെയാന്ന് ഇപ്പൊ ശരിക്കും സംഭവം കേസെല്ലാം തെളിഞ്ഞു വന്നാലേ എല്ലാവരും സംഭവം കറക്റ്റ് കാര്യം മനസ്സിലാവും. ഞാൻ ഇത് പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ടോ? പ്രസ് മീറ്റില് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ സംഭവം തെളിയിച്ചാലേ എല്ലാവരും ഇനിയിപ്പോ ഉണ്ടാവും. അതന്നെ, അത് മനസ്സിലായി. അല്ല, തെളിയിക്കാന്ന് പറഞ്ഞാല് എന്റെ അതിന് എന്താടാ തെറ്റുള്ള അല്ല. ഇത് ഞാൻ ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് ആണെന്നല്ലേ പറയൂ. തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. ആളുകൾ പലതും അങ്ങനെയാ വിശ്വസിച്ചിട്ടുള്ള ഏകദേശം. കേസല്ലെങ്കിൽ തെളിഞ്ഞു വന്നാൽ ആ സംഭവം മൊത്തത്തില് തെറ്റാവും. അതെ,
അങ്ങനെ എന്തായാലും നോക്കാം. അല്ല, പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്, അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയും, പിന്നെ ഡ്രഗ് ടെസ്റ്റ് ഇതാക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തോട്ട് എന്റെ ഭാഗത്ത് എന്താ ഞാൻ തെളിയിക്കാനുള്ളത്? ഞാൻ വാണം വിടുന്നില്ല എന്നുള്ളതോ? അത് ചെയ്യാത്ത ആരും ഉള്ളടാ. അല്ല ശരി തന്നെയാണ്. എല്ലാരും ഇങ്ങനെ പല രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആരെ ഭാഗത്ത ശരിയെന്നും പറഞ്ഞാനാവില്ല. അതെ, എല്ലാം പുറത്തു വരും, സത്യങ്ങളെല്ലാം പുറത്തു വരും. എങ്ങനെയാ ആരാന്ന് വെച്ചാൽ അത് തെളിഞ്ഞു കാരണം എന്നാലും ഉഷാറാവും സംഭവം. അതെ, അത് വരുവാടാ, ഇൻഷാ അള്ളാ. വരട്ടെ. ഓക്കെ, ശരി, ബൈ. പിന്നെ അത് മാത്രല്ല, ഈ GTA സെറ്റ് ആകാറുണ്ടല്ലോ എങ്ങനെയാണ് ഗ്യാങ്? ആ, ഗ്യാങ് വരുന്നുണ്ട്. അപ്പൊ ശരി, ബൈ. ഓക്കെ. ഷമീറിന്റെ നമ്പർ പറയാൻ ഞാൻ വിളിക്കാം. അള്ളാന്റെ ഉമ്മ ഒന്ന് പോയട്ടെ മുത്തേ. ഇതാരാ? എടി, ഇത് എന്തൊരു ഇടങ്ങാറാ ഇത്. ഹലോ. ആ, കേക്കാം. കേക്കാം. MRC ഷമീർ കഴിഞ്ഞ ദിവസം കടന്നുകൊണ്ട് ഷാർജ ഷേഖ് അടിക്കുന്ന ഒരു വീഡിയോ. ഞാൻ എന്ത് പണിയെടുത്താലും ഈവൻ പട്ടിണി കിടന്നാൽ പോലും My choice, my principles, I will never be involved in drugs, drug dealing or any illegal way of making money. ഞാൻ എന്ത് പണിയെടുത്താലും ഈവൻ പട്ടിണി കിടന്നാൽ പോലും ഞാൻ ഈ പരിപാടി ചെയ്യത്തില്ല, അന്നൊന്നും ചെയ്യത്തില്ല. ഈ മോശം ലാംഗ്വേജ് ഇത് മേ ബി നിങ്ങൾക്ക് എന്താ തന്തയുടെ ഗുണമെന്ന് പറയാം. ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞ് ഒരുപാട് ബാക്ക്ലാഷ് വന്നേക്കുന്ന ഒരാളാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച്. ഇതിനെക്കുറിച്ചും വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഒറ്റയ്ക്കായിരുന്നു പല കാര്യങ്ങളിലും. ബട്ട് എൻ്റെ ആകെയുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ടൈം വിൽ പ്രൂവ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇനി ഇങ്ങനത്തെ യാതൊരു പരിപാടി ഇല്ല മുത്തേ. ഈ പറഞ്ഞ പോലെ മുമ്പ് ഈ നാറിയെല്ലാം കൂടി ഇതായപ്പോ കുറച്ച് തെറ്റുകളെല്ലാം പറ്റി, മനസ്സിലാണല്ലേ? ഇനി അങ്ങനെ ഒരു ജീവിതം തെറ്റേ, ഒരു സെക്കൻഡ് ചാൻസ്, മനസ്സിലായോ? ബ്ലൈൻഡ് സൈക്കോ. ഓ, ഇത് ബ്ലൈൻഡിനെസ് കൊണ്ടാണോ? ഏത് ഇതാണ് വെക്കണ്ടത്? ഇതെന്താ വെക്കണ്ടേ ഞാന്? MRC ഷമീർ കഴിഞ്ഞ ദിവസം കടന്നുകൊണ്ട് ഷാർജ ഷേഖ് അടിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരെയും തൊപ്പി കാണിച്ചു തന്നു. ഓന്റെ ഷാർജ ഷേഖ് അടി കഴിഞ്ഞിട്ട് തൊപ്പി നമ്മളോടൊരു കാര്യം പറഞ്ഞു, കണ്ടാ എവിഡൻസ് കണ്ടാ. അല്ല, ഓൻ ഷാർജ ഷേഖ് അടിക്കുന്ന വീഡിയോ ഞങ്ങളെ കാണിച്ചിട്ട് അത് എന്തിന്റെ എവിഡൻസ് ആണെന്നാണ് നീ വിചാരിക്കണത്? അവൻ അവന്റെ സ്വന്തം ബനാന എടുത്തിട്ടല്ലേ ഷാർജ അടിച്ചത്. അവൻ നിന്റെ ബനാനയിൽ കയറി പിടിച്ചിട്ടൊന്നും അല്ലല്ലോ ഷാർജ അടിക്കണത്. അവൻ ഷാർജ ചിലപ്പോ അടിച്ചെന്നിരിക്കും, പോയട്ടെ. ഷാർജി മുസംബി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ പെണ്ണ് കാണാം, വീട്ടുകാരുടെ നിർബന്ധം കാരണം ഞാൻ ഒരുപാട് സ്ഥലം RJ7 gang yeah ನಮ್ಮ game So final wording is that no more MRC officially dismantled item. എടാ, പക്ഷെ ഒരു പുറത്തെ കാര്യത്തിന് ഇത് എന്താ ഗെയിം ഇതാക്കിയത് എനിക്ക് മനസ്സിലാകത്ത കേട്ടോ. MRC കുര്യനിൽ ഇപ്പൊ ഒരു സ്റ്റോറി ഷൂട്ടിങ് നടക്കുന്നുണ്ടല്ലോ. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ല. ഇതാരെ ഈ വിളിച്ചോണ്ടിരിക്കുന്നത്? ഹലോ. ആ, തൊപ്പി മാനസിക രോഗിയാണ് ഇപ്പോൾ മനസ്സിലായി. വെറുതെ അല്ല അവൻ്റെ ഒപ്പം റൂമിൽ കൂട്ടിയത്. ജാസിന്റെയും ഷമീറിന്റെയും അമ്മുവിന്റെയും വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ മനസ്സിലായി തൊപ്പി ഒരു കുറുവനാണ്. റാംബോ, നാളെ നിങ്ങൾക്കും ഈ അവസ്ഥയുണ്ടാവും. പെടും.
നീയും വിടും നിന്നെ. MRC ഗ്യാങ്ങില് ഞാൻ എത്ര ഇനി ലീഡറായിട്ട് ഇരിക്കണോ, ഞാൻ ചിലപ്പോൾ ഞാൻ മാറാം, എനിക്ക് അറിഞ്ഞൂടാ. എത്ര നാൾ ഞാൻ ഇരിക്കണോ. സൗണ്ട് പോയോ? ചിലപ്പോൾ ഞാൻ മാറാം, എനിക്ക് അറിഞ്ഞൂടാ. എത്ര നാൾ ഞാൻ ഇരിക്കണോ. സൗണ്ട് ഇല്ലല്ലോ. ഇത് ആരല്ലോ വിളിക്കുന്നുണ്ട് ഇപ്പൊ. മമ്മു തൊപ്പിയുടെ ഷഡ്ഡിയിൽ കഴുകിയല്ലോ, കുണ്ടിയൊന്നും കഴുകിയില്ലല്ലോ. അവൻ്റെ കൂടെ നടന്ന് കുറേ സാപ്പ അടിക്കലും പ്രശസ്തിയിലുണ്ടാക്കിയതല്ലേ. മമ്മു എന്തൊക്കെ വന്നാലും തൊപ്പിയുടെ ഷഡ്ഡിയിൽ കഴുകിയിട്ടുള്ളൂ, കുണ്ടിയൊന്നും കഴുകിയിട്ടില്ലല്ലോ. നീ എന്നാ പോയി അലിൻ ജോസിന്റെ കുണ്ടിയാക്കി കൊടുക്ക്. പോടാ മെയിരെ. പണിയും കഴിഞ്ഞ് ചോരയെ കുടിച്ച് അപ്പന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടാ മനസ്സിലായി. ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീ ഒന്നും വായ തുറക്കില്ലായിരുന്നു. ഒരു പീസേ വേണ്ടു. ഗ്യാങ് കണ്ട് പലരും ഗ്യാങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേൾഡ് കപ്പ് കാണാറുണ്ടോ? കാണാൻ പറ്റിയിട്ടില്ല, കാണണം. അവരെല്ലാരും ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. തൊപ്പിയെയും റാംബോയെയും ആണ് തെറി വിളിക്കുന്നത്. അവൻ വരുന്നുണ്ട്, രാത്രിയിൽ അവൻ വരുന്നുണ്ട്. അവന് ചെറിയ ഹോസ്പിറ്റൽ കേസായിട്ട് ആളില്ലാത്ത സമയം നോക്കി അവന്മാര് വീഡിയോ ചെയ്തേക്കുന്നത്. അവൻ സിനിമയിലൊക്കെ അഭിനയിച്ച് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ആയി സർജറി ഒക്കെ കഴിഞ്ഞിപ്പോ കിടക്കുക. അവൻ ഇൻസ്റ്റാഗ്രാം പേജും പോയി, തൊപ്പിയുടെ സസ്പെൻഡ് എന്തോ ആയി. ആരാണ്ട് ഇങ്ങനെ നല്ല രീതിക്ക് റിപ്പോർട്ട് മാസീവായിട്ട് വന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ പയ്യൻ വരും. രാത്രിയിൽ അവന് പറയാനുള്ളതും കൂടി എല്ലാരും കേൾക്കുക, രണ്ട് സൈഡ് കേൾക്കണമല്ലോ. അത് കേട്ടു. പിറ്റേ ദിവസം അതിനുള്ള ഇത് കൊടുത്തിട്ടുമുണ്ട്. മുത്തേ, ഈ റീൽ എനിക്ക് ഒരാൾ അയച്ചു തന്നെയുണ്ടെങ്കിൽ ഈ അത്ര നല്ല മനുഷ്യനായതുകൊണ്ടാണ്. അല്ല, ഇത് വിക്കിത്തക്ക് ചെയ്ത വീഡിയോനെ കുറിച്ച് ഞാൻ ഒരു സാധനം വേണമെങ്കിൽ പ്ലേ ചെയ്ത് തരാം. നമുക്ക് അത് മാത്രമേ പറ്റൂ. വിക്കിത്തക്ക് എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഒരു സാധനം വീഡിയോ പ്ലേ ചെയ്ത് തരാം. നമുക്ക് അത് മാത്രമേ അതിനെക്കുറിച്ച് തോന്നുന്നുള്ളൂ. ഒരു മിനിറ്റ്. ഇതാണ് വിക്കിത്തക്ക് ചെയ്ത ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം. ഇതാണ് മൂപ്പർ ചെയ്യാൻ നോക്കിയത്, നടന്നിട്ടില്ല. പായലും പൂപ്പലും പച്ചപ്പട പോലെ പറ്റിപ്പകരണ് കത്തിപ്പടരണ് മരപ്പുറം പോലെ പരപ്പുറം മൊത്തം ചുവർപ്പുറം മൊത്തം കറുത്ത് വെറുത്ത് തെരുത്ത് കേരള പച്ചത്തര പോലെ. എന്ത് ചെയ്യാനാ? എത്ര പെയിന്റ് അടിച്ചിട്ടും പിന്നെ വരുമെന്നേ. ഇതടിച്ചാ മതി. പായലിൽ നിന്നും പൂപ്പലിൽ നിന്നും നോൺ സ്റ്റോപ്പ് സംരക്ഷണത്തിനായി വേണം ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രോടെക്കിന്റെ നാനോ ആക്റ്റീവ് ലെയർ ടെക്നോളജി. പക്ഷെ അതിനെക്കാട്ടി നല്ല വേറെ ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മോനെ, ഒന്ന് നോക്കിക്കോ. ഓക്കെ, നമുക്ക് RP കയറാം. തൊപ്പി ലൈവ് വന്ന് യൂട്യൂബിലോ നോക്കട്ടെ. ചുമ്മാ എന്തല്ലോ പറയല്ലടാ മോനെ. മമ്മു ഈ വീഡിയോ കാണുകയാണെങ്കിൽ മമ്മുനോട് എനിക്ക് പേടിച്ചോ? ഞാനാണോ പേടിക്കണ്ടേ? പൊടാൻ വൈദ്യേ മോനെ. ഞാൻ ആ കാണിച്ചത് വാലറിന്റെ കളിക്കാം, വാലറിന്റെ ലാസ്റ്റ് നമുക്ക് കളിക്കാം. ഞാൻ ആ കാണിച്ചത് 60%, മനസ്സിലായ? ബാക്കി 41 അത് താങ്ങാൻ പറ്റാണ്ട് ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ ബാക്കി കാണിച്ച എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ചിന്തിച്ച് നോക്ക്. പറയാനുള്ളത് എന്താ വെച്ചാൽ, മമ്മു നിനക്ക് UAE മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നീ ആരെയും അടിമയായിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നിനക്ക് നിൻ്റെതായിട്ടുള്ള അഭിമാനമുണ്ട്. ആ അഭിമാനത്തോടു കൂടി നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ UAE നെക്സ്റ്റ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിനക്ക് ജോലി തരാൻ
നെക്സ്റ്റ് മാനേജ്മെൻറ്റ് അതിന് തയ്യാറാണ്. നിനക്കതിന് താല്പര്യമുണ്ടെങ്കിൽ ഈ മമ്മൂന് വേണ്ടിയിട്ടുള്ളതാണ്. നിനക്ക് നിൻ്റെതായിട്ടുള്ള ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നീ ബന്ധപ്പെട്ടോ, ഞാൻ നാട്ടിലുണ്ട്. നിനക്ക് ജോലി നെക്സ്റ്റിൽ ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പറഞ്ഞ പോലൊക്കെ നിനക്ക് നിൻ്റെതായിട്ടുള്ള ഇസ്സത്തിൽ ജീവിക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ മനസാക്ഷി മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്, ഇല്ല എന്നല്ല, ബാക്കി എല്ലാവർക്കും. പക്ഷെ അവർക്ക് അവരുടേതായ പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാര്യം. അതൊരു മോശപ്പെട്ട കാര്യമല്ല, അതൊരിക്കലും ഒരു വിഷമമുള്ള കാര്യമല്ല. അൾട്ടിമേറ്റ് ഫ്രീഡമാണ്. പത്തൊമ്പതാം വയസ്സിൽ പാർട്ടി ഓഫീസിൽ ഓഫീസ് ബോയ് എന്ന ഓമന പേരിൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ ഇടുപ്പിൽ ഒരു കൊച്ചു പിച്ചാച്ചിയുടെ ബലം പോലും ഇല്ലായിരുന്നു ഈ ബലരാമൻ. പക്ഷെ 23-ാം വയസ്സിൽ കമാൻഡിനെ പ്രസാദിപ്പിച്ച ഒരു സീറ്റ് തരമാക്കിയെടുത്ത് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ജയിച്ചു കയറുമ്പോ ഐ വാസ് സ്ട്രോങ് വാലറന്റ് ഉണ്ട്. വാലറന്റ് കളിക്കണോ? ആദ്യം വാലറന്റ് കളിക്കണോ? ഇത് ഏതാന്ന് ഇവനല്ലോ. ഹലോ ഹലോ, എന്താടാ നിന്റെ അച്ഛനുണ്ടെങ്കിൽ വാടാ, ഞാൻ പറഞ്ഞുതരാടാ അയാളെ എങ്ങനെ കൊണ്ടുവരടിക്കലേന്ന്. ഞാൻ ആരും ഫോൺ എടുക്കുന്നില്ല കേട്ടോ. RP ഒരു കുറച്ച് സമയം ഉണ്ടാവും, എന്നിട്ടൊരു 1/4 മണിക്കൂർ, എന്നിട്ട് ഞാൻ വാളറിൻ്റെ ഒരു 1/2 മണിക്കൂർ കളിച്ച് നിർത്താം. നമ്പർ കാണിക്കുന്നത് സർപ്രൈസ് വരുന്നുണ്ട് ബ്രദർ, സർപ്രൈസ് വരുന്നുണ്ട്. അത് അതിൻ്റെ ഇതിലാണ്, ടോക്കിലാണ്. അത് നടന്നു കഴിഞ്ഞാൽ കുറച്ച് പരിപാടി ഉണ്ട്, മനസ്സിലാ? നടന്നു കഴിഞ്ഞാൽ കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ കാണിക്കാം. RP TDM കളിക്കാം. കോൾ ജാസിൻ്റെ എവിടെ ഇല്ല, അറിയില്ലടാ. ഗെയിമിലാണോ സർപ്രൈസ്? ഗെയിമിലൊന്നല്ല, റിയൽ ലൈഫ്. സർപ്രൈസ് തൊപ്പി ജയിലിൽ പോകുന്നത് അതൊന്നുമല്ല. ഓനെ ജയിലിലാക്കിയിട്ട് എനിക്ക് എന്താ കിട്ടണ്ട? ഓൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ഷൻ എടുത്തു. അപ്പൊ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തത്, അല്ലാണ്ട് നമ്മള് വേറൊന്നുമല്ല. ഓൻ നമ്മളെ ഇതാക്കാൻ നോക്കി, നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷൻ എടുത്തു. അല്ലെങ്കിൽ നമ്മളകത്താവും, അല്ലെങ്കിൽ നമ്മള് കള്ളന്മാരാവും ജനങ്ങളുടെ മുമ്പിലാവുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ഷൻ എടുത്തു എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. കാരണം നമ്മള് പാസ്പോർട്ടാണോ ആക്കിയ കണ്ടന്റ് ക്രിയേറ്റർ ആണോ ആക്കിയ? ഞാൻ പാസ്പോർട്ടാണോ ആക്കിയ കണ്ടന്റ് ക്രിയേറ്റർ ആണോ ആക്കിയ? 1 വിന്നൊന്നും ഇല്ല ബ്രദർ. അത് ഞാൻ ഒന്ന് നോക്കിയതായില്ല. ഇതെല്ലാം ആരെന്തിനാ എന്നെ ഈ വിളിക്കുന്നത്? എന്ത് 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 പോടാ മൈരേ. ബ്രോ MRC ടാഗ്, എടാ MRC ടാഗ് എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല പൊന്നു മോനെ, എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇത് എത്ര പ്രാവശ്യം പറയണം? ഇത് നോക്ക് പൊന്നു ഞാൻ കാണിച്ചു തരാല. പൊന്നു നോക്ക്, ഞാൻ പൊന്നിന് കാണിച്ചു തരാല. നോക്കിയേ, MRC ടാഗ് എന്താ ഇതാക്കാൻ പറ്റാത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കാം.
ഇത് കണ്ടോ, ഇതെല്ലാം മോൻ മാറ്റാൻ പറയുന്നു. യു ക്യാൻ അപ്ഡേറ്റ് ദിസ് യൂസർ നെയിം വൺസ് എവറി 60 days. ഞാൻ ലൈവ് തുടങ്ങിയിട്ട് 60 ദിവസം ആയില്ല. സോ എനിക്ക് ചെയ്യാൻ പറ്റൂല, അത് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ. എന്താ റൊണാൾഡോനെ എന്തിനാ ഇട വെച്ച് നടുക്കല്ല വെക്കണ്ടേ? ആ പുള്ള മെസ്സിനെ എടുത്ത് നടുക്കും വെച്ച്. സത്യം തന്നെ. എന്താ ബീരാൻ വിളിച്ചെന്നാ? ഞാൻ ചാറ്റ് നോക്കൂല കേട്ടോ, ഞാൻ ചാറ്റ് നോക്കൂല. ബീരാൻ എവിടെയല്ലേ? ഞാൻ TDM ഞാനും ഉണ്ട്. എന്നെ കൂട്ടാൻ വരുമോ? അല്ല TDM മതിൽ വെച്ചാണ്. അല്ല ഞാൻ വരുവാ, ഞങ്ങളവിടെ വരുവാ. TDM മൂടി അടച്ചു മൂടി. ഇങ്ങോട്ട് ഞാൻ മുതുക്കിലുണ്ട്. മുതുക്കെത്തി. നമുക്കിന് ആൾക്കാരെ ഒപ്പിക്കണം.